السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا ومنجينا وهادينا وقطعة كبدنا وثمرة فؤادنا محمدا صلى الله عليه وسلم عبد الله ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ये फ़याद दे गई है मुझे बाद सुबह गाही के खुदी के आरिफों का है मकाम बादशाही. तेरी जिंदगी उसी से तेरी आबरू उसी से तेरी जिंदगी उसी से तेरी आबरू उसी से जो नहीं तो दी तो शाही जो नहीं तो रोसियाही. सलातुल्लाह सलामुल्लाह अला ताहा रसूलिल्लाह. सलातुल्लाह सलामुल्लाह अला यासीन हबीबिल्लाह. या मोहम्मद नूर मुजस्सम या हबीबी या मौलाई. तस्वीर कमाल मोहब्बत तनवीर जमाल खुदाई. या मोहम्मद नूर मुजस्सम या हबीबी या मौलाई. तस्वीर कमाल मोहब्बत तनवीर जमाल खुदाई. अलैका हुब्बी या रसूल अल्लाह. अलैका हुब्बी या हबीब अल्लाह. സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ ആലിമീങ്ങളെ, ഉമറാക്കളെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കേരളക്കരയിൽ കഴിഞ്ഞുപോയ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ
ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഭിജാത്യത്തിന്റെയും അഭിമാനത്തിന്റെയും കാരണക്കാരനായ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ പേരിൽ SKSS പന്തിപ്പൊയിൽ ശാഖ എല്ലാ വർഷവും സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിപുലമായ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ നാടിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് ആലിമീങ്ങളുള്ള ഒരു നാടാണ് എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വളർന്നു വരുന്ന തലമുറകളിൽ നിന്ന് ദീനിനും സമുദായത്തിനും മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഒക്കെ ഉപകരിക്കുന്ന ഒരുപാട് ആലിമീങ്ങൾ അല്ലാഹു കൊണ്ടുവരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടുകളിലേക്ക് അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സദസ്സിലേക്ക് കയറിയിരിക്കണം. ആദ്യമായി പറയുന്നത്, ഇത് സാധാരണ നിങ്ങൾ കേൾക്കുന്ന ഒരു വാദ സദസ്സ് പോലെയല്ല. നമ്മൾ ഒന്നിച്ച് ഹബീബിനെ കുറിച്ച് പറയുകയും പാടുകയും ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും ഒക്കെ ചെയ്ത് അവസാനം നമ്മുടെ ഖൽബ് കൊണ്ട് മദീനയിലേക്ക് ഒരു യാത്ര പോകുന്ന ഒരു സദസ്സാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പുറത്തു നിന്ന് ഇതിന്റെ ഭംഗി ആസ്വദിക്കുന്ന ആളുകൾ ഈ മജ്ലിസിലേക്ക്, ഇതിന്റെ പേര് തന്നെ ഇഷ്കിന്റെ മജ്ലിസ് എന്നാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മദ്ഹ് പറഞ്ഞ് അത് ഖൽബിലേക്ക് ഒരു ഇഷ്കായി ആവാഹിച്ച് ഹൃദയം കൊണ്ട് മദീനയിലേക്ക് പോകുന്ന ഒരു സദസ്സാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെയും ഈ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? അല്ലാഹു നമുക്ക് സമ്പാദിച്ചു തന്നതല്ല. അല്ലാഹു നമുക്ക് എണീറ്റു നടക്കാനും എല്ലാത്തിനും സ്വസ്ഥമായി സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ആരോഗ്യം തന്നതല്ല. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് അത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതാണ്. അതിലും വലിയൊരു നിഅമത്ത് വേറെയില്ല. ഏറ്റവും വലിയ നിഅമത്ത് അതാണ്. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ. ആദ്യമായി നിങ്ങൾ എല്ലാവരും ഒരു സ്വലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുജ്തബാ പൂന്തിങ്കൾ നബിയേ ഹബീബേ മണിമുത്ത് മദീനയിലാണോ മന്ദാര ചേപ്പിനഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നമ്മൾ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പടച്ച ഏറ്റവും അത്ഭുതകരമായ ഏറ്റവും ശക്തനായ പടപ്പ് അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ജിബ്രീൽ ഒരിക്കൽ അല്ലാഹുവോട് ചോദിക്കാണല്ലോ, എന്നെക്കാൾ കരുത്തനായ എന്നെക്കാൾ ശക്തനായ ഒരു പടപ്പിനെ നീ വേറെ പടച്ചിട്ടുണ്ടോ റബ്ബേ? അപ്പൊ അല്ലാഹു പറയാണ്, ഇല്ല ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. എന്റെ ശബ്ദം ശപിക്കുന്ന ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങളെ പറയുന്ന ഈ സദസ്സിലുണ്ടല്ലോ, നിങ്ങളുടെ ഖൽബ് കൊണ്ട് എന്റെ കൂടെ വരണേ. ജിബ്രീലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറഞ്ഞ പാടെ നന്ദി സൂചകമായി ജിബ്രീൽ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്.
2 റക്അത്ത് ജിബ്രീൽ അങ്ങ് നിസ്കരിച്ചു. ആ 2 റക്അത്തിലെ ഒരു സുജൂദിന്റെ വലിപ്പം അത് 40,000 വർഷമായിരുന്നു. 40,000 വർഷം ദൈർഘ്യമുള്ള ഒരു സുജൂദ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ നന്ദി സൂചകമായി ചെയ്യാൻ. അപ്പോൾ 2 റക്അത്ത് നിസ്കാരത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? ലക്ഷക്കണക്കിന് വലിപ്പമുള്ള, ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ദൈർഘ്യമുള്ള നിസ്കാരം നിസ്കരിച്ചിട്ട് ജിബ്രീൽ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹ്, ഇതിനേക്കാൾ വലിയൊരു നിസ്കാരം വേറെ ആരെങ്കിലും നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടോ റബ്ബേ? അപ്പൊ ജിബ്രീലിനോട് അല്ലാഹു പറയാണ്, ഇല്ല ജിബ്രീൽ, പക്ഷേ നിന്റെ ഈ വർഷങ്ങളോളം ദൈർഘ്യമുള്ള നിസ്കാരത്തെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിസ്കാരം ഏതാണെന്നറിയോ? അവസാന കാലഘട്ടത്തിൽ ഒരു സമുദായം വരാനുണ്ട് ജിബ്രീൽ, അത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്. എന്റെ മുമ്പിലിരിക്കുന്ന പന്തിപ്പൊയിലെ മുഅ്മിനീങ്ങളെ, നിങ്ങളെ കുറിച്ചാണല്ലോ ജിബ്രീലിനോട് പറഞ്ഞത്. ജിബ്രീലേ, അവസാന കാലഘട്ടത്തിൽ ഒരു മുഅ്മിനീങ്ങൾ വരാനുണ്ട്, ഒരു സമുദായം വരാനുണ്ട്. അവരുടെ നിസ്കാരം 5, 4, 3 മിനിറ്റ് മാത്രമാണ് ദൈർഘ്യമുള്ളത്. പക്ഷേ അവരുടെ നിസ്കാരമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിന്റെ കാരണം എന്താണെന്നറിയുമോ ജിബ്രീൽ? അവരുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായതിന്റെ പേരിലാണ് എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ നിസ്കാരം പോലും എന്റെ റബ്ബ് സ്വീകരിക്കുന്നത്, നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ റബ്ബ് സ്വീകരിക്കുന്നത് നിങ്ങളുടെ നേതാവ്, എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായതിന്റെ പേരിലാണ്. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി. ഇവിടെ ചൊല്ലുമ്പോൾ ഓരോ ജവാബും നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഉറക്കെ ചൊല്ലണേ. മർഹബായ നൂറൈനി, മർഹബാ ജദ്ദുൽ ഹുസൈൻ, മർഹബാ അഹ്ലൻ വസഹ്ലാ, മർഹബാ യാ ഖൈറദാഗി. ഒരു നിലക്ക് ചിന്തിച്ചാൽ നമ്മൾ എത്ര ദുർഭാഗ്യവാന്മാരാണ്. ഒരു നിലക്ക് ചിന്തിച്ചാൽ നമ്മൾ എത്ര ദുർഭാഗ്യവാന്മാരാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ജീവിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ് നമ്മൾ. ആ ഹബീബിന്റെ പരിശുദ്ധമായ മദീനയിൽ ജനിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. ആലോചിച്ചിട്ടുണ്ട് ആ വിഷയം? അല്ലാഹുവിന്റെ ദുനിയാവിൽ ഏറ്റവും നല്ല കാലഘട്ടം അത് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലം. ലോകത്ത് എല്ലാം ഖൈറാകുന്നത്, എല്ലാം ഉത്തമമാകുന്നത് അത് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കണക്ട് ആവുമ്പോഴാണ്. ലോകത്തെ ഏറ്റവും നല്ല മണ്ണേതാണ്? ലോകത്തെ ഏറ്റവും നല്ല മണ്ണേതാണ്? അത് മദീനയല്ലേ? അതിനേക്കാൾ കർണാനന്ദകരമായ, കാണാൻ മനോഹരമായ എത്ര നാടുകൾ ലോകത്തുണ്ട് അല്ലേ? ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വിറ്റ്സർലാൻഡില്ലേ, ലണ്ടനില്ലേ, അമേരിക്കയിലെ മനോഹരമായ നഗരങ്ങളില്ലേ, കാനഡ പോലുള്ള, ഓസ്ട്രേലിയ പോലുള്ള മനോഹരമായ നാടുകളില്ലേ? പക്ഷെ ഒരു മനുഷ്യന്റെ കൽവപ്പയെങ്കിലും അങ്ങോട്ട് പോകണമെന്ന് തുടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയം തുടിച്ച ഒരു നാടുണ്ടെങ്കിൽ അത് മദീനയാണ്. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ? ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ? എന്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ? ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് തൊട്ട്
കണ്ടോട്ടെ അനുവാദം തരുമോ? ലോകത്ത് മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ കൊതിക്കുന്നത് ആ മദീനയിൽ ഒന്ന് ചേരാനല്ലേ? സ്വർഗമാണ് ഖൈറെന്നറിയാമെങ്കിലും എനിക്കിഷ്ടം മദീനയാണ്. ജന്നത്താണ് സൂരൂരെന്നറിയാമെങ്കിലും എന്റെ മോഹം ത്വയ്ബയാണ്. ഈ ലോകത്തെ ഏറ്റവും നല്ല മണ്ണ് മദീനയാണ്. ഏറ്റവും നല്ല കാലം അത് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലമാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല ഉത്തമമായ നൂറ്റാണ്ട് അത് ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച നൂറ്റാണ്ടാണ്. മലക്കുകളിൽ ഏറ്റവും ഉന്നതനാരാണ്? മലക്കുകളിൽ ഏറ്റവും വലിയ ഉന്നതനാരാണ്? അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ? എന്റെ ജിബ്രീൽ മലക്കുകളിൽ ഉന്നതനായത് അത് ഹബീബിന്റെ റസൂലായതിന്റെ പേരിലാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീലിന് ഏറ്റവും ഉന്നതമായ സ്ഥാനം കിട്ടിയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്ദേശം എത്തിച്ചു എന്നതിന്റെ പേരിലാണ്. അസ്സലാത്തു ഉറക്കെ ചൊല്ലണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കാണ്, ജിബ്രീലേ, എന്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് നിനക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയോ ജിബ്രീലേ? കുറെ കാലായില്ല നീ എനിക്ക് അല്ലാഹുവിന്റെ വഹി എത്തിച്ചു തരുന്നു. എന്റെ കൂടെ ഇങ്ങനെ കൂടാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ല, നിനക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടായിട്ടുണ്ടോ ജിബ്രീൽ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ഈ ജിബ്രീൽ അന്ന് മുതൽ വലിയ പേടിയിലായിരുന്നു. എന്തേ കാരണം? ഇബ്ലീസ് ചില്ലറക്കാരനല്ലല്ലോ. അല്ലാഹുവിന് വേണ്ടി വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത വലിയ മനുഷ്യനല്ലേ, വലിയ ആളല്ലേ. ആ ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജിബ്രീലാകുന്ന ഇബ്ലീസിന്റെ താഴെ കിടക്കുന്ന എന്നെയും അല്ലാഹു പുറത്താക്കൂലേ? ഇതിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് റസൂൽ എന്നെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്, റസൂലുൻ കരീം ദീ ഖുവത്തിൻ ഇൻദ ദിൽ അർശി മകീൻ. ഉന്നതനായ റസൂൽ, കരീമായ റസൂൽ. എന്റെ റബ്ബിനെ കുറിച്ച് കരീം എന്ന് വിശേഷിപ്പിച്ചത്, എന്റെ പടച്ചോൻ എന്നെ കുറിച്ച് കരീം എന്ന് പറയാൻ കാരണം അതങ്ങല്ലയോ നബിയേ? അതങ്ങ് കാരണമല്ലയോ നബിയേ? തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് गिर रहा हो मुझे भी संभालो. तेरे कुर्बान प्यारे मुहम्मद गिर रहा हो मुझे भी संभालो. ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം. കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം. മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം. മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം. തേരെ ഖുർബാൻ പ്യാരെ മുഹമ്മദ് गिर रहा हो
സംബാലോ. ആ വരികളെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? ആ ഹബീബിനേക്കാൾ നമുക്ക് വേണ്ടി ജീവിച്ച ഒരാളും ലോകത്തില്ല. ആ ഹബീബ് നമുക്ക് വേണ്ടി ജീവിച്ചതുപോലെ ഒരാളും നമുക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. നേരത്തെ ഷൗക്കത്ത് അലി ഉസ്താദ് പറഞ്ഞില്ലേ, ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ, ഈ ലോകത്തുള്ള ഈ കേരളത്തിലുള്ള മുഅ്മിനീങ്ങളുടെ ഈമാൻ മുഴുവൻ കവർന്നെടുത്ത ഒരു വിഭാഗമില്ലേ. ഹബീബിന്റെ പേരിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പാടില്ല, ഹബീബിന്റെ പേരിൽ മൗലിദ് കഴിക്കാൻ പാടില്ല, ഹബീബിന്റെ പേരിൽ നിങ്ങൾ നബിദിനം നടത്താൻ പാടില്ല, ഹബീബിന്റെ പേരിൽ നിങ്ങൾ മാല കെട്ടാൻ പാടില്ല, ഹബീബിന്റെ പേരിൽ നിങ്ങൾ ലൈറ്റ് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളില്ലേ. അവര് കൂടി കേൾക്കണേ, അള്ളാഹുവിന്റെ ഔദാര്യത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഔദാര്യത്തെ കുറിച്ച്, അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ നല്ലോണം പറയണം. പറഞ്ഞാൽ മാത്രം പോരാ. ഫബിദാലിക ഫൽയഫ്റഹു. ആ അനുഗ്രഹത്തിൽ നിങ്ങൾ ഇങ്ങനെ ധാരാളമായി സന്തോഷിക്കണം. ചിലപ്പോ ആ സന്തോഷത്തിന്റെ ഭാഗമായി നമ്മൾ ചിലപ്പോൾ കുട്ടികളെ കൊണ്ട് റാലി നടത്തും. ഈ ലോകത്തെ ഏറ്റവും വലിയ ഔദാര്യം ഏത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് അത് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറിനേക്കാൾ, ആ നൂറിന്റെ പ്രകാശത്തിലാണ് ഈ ലോകം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നൂറിന്റെ പ്രകാശത്തിലാണ് നമ്മുടെ ഖൽബ് പ്രകാശിക്കുന്നത്. ആ നൂറിന്റെ പ്രകാശത്തിലാണ് നമ്മളെല്ലാം നേടിയെടുത്തത്. ആ അനുഗ്രഹമല്ലാതെ പിന്നെ ഏത് അനുഗ്രഹമാണ് മുഅ്മിനീങ്ങൾ നമ്മൾ ഇങ്ങനെ പറയേണ്ടത്? ആ അനുഗ്രഹത്തിന്റെ പേരിലല്ലാതെ പിന്നെ എന്തിന്റെ പേരിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്? അതുകൊണ്ട് ധാരാളമായി നമ്മൾ പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി ത്വയ്ബ ഹബീബിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആദ്യമായി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്. മഹാനായ മുഹമ്മദ് ഇബ്നു അബീ ബക്കറിൽ ബഅദാദി റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ഇബ്നു അബീ ബക്കറിൽ ബഅദാദി എന്ന് പറഞ്ഞാൽ ഖസീദത്തുൽ വിത്രിയ എന്ന് പറയുന്ന വലിയൊരു മദ്ഹ് കാവ്യം രചിച്ച മഹാനാണ്. നമ്മൾ ഖസീദത്തുൽ ബുർദയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ഇങ്ങനെ ധാരാളമായി പാടുന്ന ഒരു കവിതാ ശകലമാണ് ഖസീദത്തുൽ വിത്രിയ. അത് രചിച്ച മഹാനാണ് മുഹമ്മദ് ഇബ്നു അബീ ബക്കറിൽ ബഅദാദി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ ആ ഖസീദത്തുൽ വിത്രിയയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദുനിയാവിൽ ലൈലത്തുൽ ഖദ്റിനെ പോലും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു രാത്രി ഉണ്ടെങ്കിൽ അത് ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ രാത്രിയാണ്. അല്ലാഹുവേ, അങ്ങനെ ഒരു രാത്രിയാക്കി ഈ രാത്രിയെ നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. കൽബ് കൊണ്ടൊരു മനുഷ്യൻ ഹബീബിനെ പ്രണയിച്ചാൽ ഈ ലോകത്ത് അതിനേക്കാൾ വലിയൊരു മാധുര്യം വേറെയില്ല എന്നതാണ്. ലോകത്തെല്ലാത്തിനും പരിഹാരം ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെല്ലാത്തിനും പരിഹാരം മദീനയാണ്. ലോകത്തെല്ലാത്തിനും പരിഹാരം സ്വലാത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്റെ അറിവിൽ, നമ്മൾ ദൂരേക്കൊന്നും പോകണ്ട, നമ്മുടെ അറിവിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളെ ഒന്ന് നിരീക്ഷിക്കുക. ഈ ഹബീബിനെ വല്ലാതെ സ്നേഹിക്കുന്ന, ഹബീബിന്റെ പേരിൽ എപ്പോഴും വീടുകളിൽ മൗലികൾ വെക്കുന്ന, ഹബീബുമായി ബന്ധപ്പെട്ട എപ്പോഴും വീടുകളിലും നാടുകളിലും ഒക്കെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ. അവരൊക്കെ വല്ലാത്ത അനുഗ്രഹത്തിലായിരിക്കും, അവര് വലിയ സന്തോഷത്തിൽ. ഇത് വെറുതെ പറഞ്ഞതല്ല. പരൻ തന്ന റസൂലോരേ പരലോക ദിനോ വന്നാൽ പരിഹാരം തരുന്നോരേ സ്വലാത്തുല്ലാഹ്
ഹലാ യാസീൻ ഹബീബില്ലാ മടങ്ങി വരുന്ന യാതനകൾ മനം പിടയുന്ന വേദനകൾ മരുന്ന ഹബീബിൽ നല്ല സലാം പറഞ്ഞാൽ തീരും കുല്ലബല ആ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തും ആ ഹബീബിനോടുള്ള മധുഹും ആ ഹബീബിനോടുള്ള മഹബത്തും ആ മദീനയോടുള്ള അടങ്ങാത്ത അഭിലാഷവുമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പരിഹാരമായ മരുന്ന്. അതിന്റെ വേറെ ഒരു അതിന്റെ മുകളിൽ മറ്റൊരു മരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ധാരാളമായി ഹബീബിനെ പറയണം. ആ ഹബീബിന്റെ പേരിൽ നമ്മൾ ധാരാളമായി സന്തോഷിക്കണം, കൽപറിഞ്ഞ് സന്തോഷിക്കണം. കാരണം ഈ ലോകത്ത് നമുക്കെല്ലാം വകവെച്ചു തന്നത് ആ ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്ത് മനുഷ്യൻ സ്വാർത്ഥനാകുന്ന രണ്ട് ഘട്ടങ്ങളാണ്. ശ്രദ്ധിക്കണേ എന്റെ ഉമ്മമാരെ ഉപ്പമാരെ. ലോകത്തൊരു മനുഷ്യൻ സ്വാർത്ഥനാകുന്ന രണ്ട് ഘട്ടങ്ങൾ, ഒന്ന് അവന്റെ മരണസമയത്തും ഒന്ന് നാളെ മഹ്ശറ വൻസഭയിലുമാണ്. ഈ രണ്ട് സമയത്തും നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളെ ഉണ്ടാകൂ, അത് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. വേറൊരാളുണ്ടാവില്ല. ഈ ലോകത്ത് എന്നെ പോറ്റി വളർത്തിയ, എനിക്ക് വേണ്ടി ജീവിച്ച ഈ ദുനിയാവിൽ എന്റെ നന്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ടാകില്ല, എന്റെ വാപ്പ എന്റെ കൂടെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു വളരെ ദയനീയമായ ഒരു രംഗമുണ്ട്. അതാണ് മഹ്ശർ. ആ മഹ്ശറിൽ എന്റെ കൂടെ ഉണ്ടാകുന്നത് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആരുണ്ടാവില്ല. നമ്മുടെ ഹബീബിന്റെ വഫാത്തിനെ കുറിച്ച് ധാരാളം കേട്ട ആൾക്കാരാണ്, ഒരുപാട് കേട്ടവരല്ലേ. പക്ഷെ ഹബീബിന്റെ വഫാത്തിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഫാത്തിനെ ഹൃദയത്തിന്റെ ഉള്ളുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ദയനീയമായ രംഗമുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, ഇനി അങ്ങോട്ട് ഇതുവരെ നിങ്ങൾ ഇരുന്നത് പോലെയല്ല. നിങ്ങളൊന്ന് ഹൃദയം കൊണ്ട് ഈ സദസ്സിലിരിക്കണം. ഇനി നമ്മള് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? ആ ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകുകയാണ്. ആ ഹബീബിനെ പ്രണയിച്ചവരുടെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകുകയാണ്. മദീനയെ ഈ ലോകം തന്നെ ഏറ്റവും കൂടുതൽ കരഞ്ഞത്, ഈ ലോകത്തെ സർവ്വചരാചരങ്ങളും ഒന്ന് സ്റ്റക്കായി പോയ ഒരു നിമിഷമുണ്ടെങ്കിൽ അത് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്താണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോ ആ സമയത്ത് നമുക്ക് കരച്ചിലല്ല ഉണ്ടാവുക, വേദന ഉണ്ടാവില്ലല്ലോ. ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു തരിപ്പായിരിക്കും. ആ തരിപ്പ് പിന്നീട് മാറി മെല്ലെ മെല്ലെയാണ് വേദനയിലേക്കും കണ്ണീരിലേക്കും മാറുന്നത്. ഇതുപോലെയായിരുന്നു മദീന. ഒരു തരിപ്പായിരുന്നു ഹബീബായ തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോ മദീനക്കാർക്ക് ഒരു തരം തരിപ്പായിരുന്നു. കരയാനല്ല തോന്നിയത്, അലമുറയിടാനല്ല തോന്നിയത്, ഒരു തരം തരിപ്പായിരുന്നു. എന്റെ ഹബീബ് വഫാത്തായി എന്ന് കേട്ടപ്പോ ആ തരിപ്പിൽ നിന്ന് മുക്തമാകാൻ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് മദീനയിൽ.
അള്ളാന്റെ റസൂൽ ഇങ്ങനെ ക്ഷീണിച്ച അവശനായി ആയിഷ ബീവിയുടെ റൂമിൽ കിടക്കുമ്പോഴാണ് ഒരാൾ വന്ന് ഇങ്ങനെ വാതിൽ മുട്ടുന്നത്. ആയിഷ ബീവി തുറന്നു കൊടുത്തില്ല. ഒന്നും രണ്ടും മൂന്നാമത്തെ തവണ മുട്ടിയപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ആയിഷ അത് തുറന്നു കൊടുക്കുക, ഏതെങ്കിലും അത്യാവശ്യക്കാരനാണെങ്കിലോ. തുറന്നു കൊടുത്തപ്പോൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ അസ്റായീൽ വന്നത്? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ യാ റസൂലല്ലാഹ്, രണ്ടാവശ്യത്തിനാണ് ഞാൻ വന്നത്. ഒന്നങ്ങ് രോഗിയാണ് എന്നറിഞ്ഞപ്പോ അങ്ങയെ സന്ദർശിക്കാൻ വന്നതാണ് യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ട് പിരിയാനും. നബിയേ, അങ്ങ് സമ്മതം തന്നാൽ അങ്ങയുടെ റൂഹുമായി ചെല്ലാൻ എന്റെ റബ്ബ് എന്നെ പറഞ്ഞയച്ചതാണ്. അങ്ങ് സമ്മതം തരുമോ യാ റസൂൽ? അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കാണ്. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ റൂഹിനെ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ കാല് മുതൽ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, ഇസ്രായീൽ, മരണത്തിന് ഇത്രമേൽ വലിയ വേദനയാണോ ഇസ്രായീൽ? വല്ലാതെ വേദനിക്കുന്നുണ്ട് ഇസ്രായീൽ, ഒന്ന് വെല്ലെ പിടിക്കുമോ ഇസ്രായീൽ? ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ മൃദുലമായി, ഇതിനേക്കാൾ നിസാരമായി ലോകത്തൊരു മനുഷ്യന്റെ റൂഹും അസ്റായീൽ ഇന്ന് വരെ പിടിച്ചിട്ടില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറയുന്നത്, അസ്റായീൽ, ഇതിനേക്കാൾ വേദനയോടെയാണോ എന്റെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുന്നത് അസ്റായീൽ? എങ്കിൽ ഈ ലോകത്തിന് ആരുടെയൊക്കെ റൂഹ് പിടിക്കാനുണ്ടോ അവരുടെ വേദന മുഴുവൻ എനിക്കങ്ങ് തന്നേക്ക് ഇസ്രായീൽ. എന്നിട്ട് എന്റെ ഉമ്മത്തിന്റെ വേദനയൊന്ന് ഒഴിവാക്കി കൊടുക്കാൻ കഴിയുമോ ഇസ്രായീൽ? സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തു മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നോ രത്തൂരാണെന്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു. ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയാണ് പ്രയാസങ്ങൾ സഹിച്ചത്. അള്ളാന്റെ ഹബീബിന് ഇതൊന്നും ആവശ്യമില്ലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രയാസവും സഹിക്കേണ്ടിയിരുന്നില്ല. ആയിഷ ബീവി ചോദിച്ചില്ലേ, നബിയേ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനോടൊന്ന് ചോദിച്ചൂടെ യാ റസൂൽ? നിങ്ങളുടെ റബ്ബിനോടൊന്ന് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരൂലേ യാ റസൂൽ? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഖയ്യറനി ബൈന അകൂന ബൈന അൻ അകൂന അബ്ദൻ നബിയ ഔ മലിക്കൻ നബിയ. നീ എന്തു കരുതി ആയിഷ? എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു തരുന്നു, നബിയെ, നിങ്ങൾക്കൊരു മലിക്കായ പ്രവാചകനാകണോ? ഞാൻ അങ്ങനെ ആക്കി തരാം. അതല്ല, ഒരു അടിമയായ പ്രവാചകനാകണോ? അങ്ങനെ അടിമയായ പ്രവാചകനാകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും നബിയെ. അക്രമികളിൽ നിന്ന് നാടനങ്ങൾ ഏൽക്കേണ്ടി വരും നബിയെ. പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും നബിയെ. അങ്ങ് പട്ടിണി കിടക്കേണ്ടി വരും നബിയെ. അങ്ങ് ദാഹം സഹിക്കേണ്ടി വരും നബിയെ. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒരു മലിക്കാക്കി തരാം. ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആയിഷ, അർത്ഥശങ്കക്കിടയില്ലാതെ എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞതാണ്, ഫഖ്തർതു അൻ അകൂന അബ്ദൻ നബിയ. റബ്ബേ, എനിക്ക് സുഖലോലുപനായ ഒരു രാജാവാകണ്ട റബ്ബേ, എനിക്കൊരു അടിമയായാൽ മതിയല്ലോ. റസൂൽ അങ്ങനെ ഒരു അടിമയാകാൻ ആഗ്രഹിച്ചതെന്നറിയോ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാ മുഅ്മിനീങ്ങളെ.
അള്ളാന്റെ റസൂൽ സഹിച്ച ത്യാഗങ്ങൾ എത്രയാ. അപ്പൊ നമ്മുടെ മുമ്പിലൂടെ കുട്ടികൾക്ക് ഇങ്ങനെ ഓടി നടക്കണില്ലേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് യത്തീമക്കളില്ലേ? ആ യത്തീമായ കുട്ടിക്ക് പോലും ഒരുപക്ഷെ എന്റെ വാപ്പാന്റെ മുഖം ഇങ്ങനെയായിരുന്നു എന്ന് പറയാൻ ഒരു ഫോട്ടോ എങ്കിലും ബാക്കിയുണ്ടാകും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്റെ വാപ്പ ഇങ്ങനെയായിരുന്നു എന്ന് പറയാൻ ഒരു മുഖം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. ജനിച്ചു വീണത് ഭൂമിയിലേക്ക് കടന്നു വന്നത് യത്തീമായിട്ട്. ആരുമില്ലാതെ ഭൂമിയിൽ നബിയുള്ള പാറുവായ സായകാല് താറ്റലർ നബിയുള്ള ആരുമാരും കോമനി ചില്ലെങ്കിലും വളർന്നു ആടലൊന്നിൽ ആടുമേച്ച കൊച്ചുമോൻ വളർന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മാന്റെ കയ്യും പിടിച്ച് മദീനയിലേക്ക് പോയില്ലേ യാ റസൂൽ? ആ മദീന യാത്രയിൽ ഈ വിനീതൻ ആദ്യമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ ആ ബസ്സിലിരുന്നിട്ട് ഞങ്ങളുടെ അമീർ ഇങ്ങനെ കാണിച്ചു തന്ന ആ കാണുന്ന വഴിയിലൂടെയാണ് അബവായിലേക്ക് പോകേണ്ടത്. ആ മണ്ണിൽ വെച്ചാണ് ഹബീബായ തങ്ങളുടെ ഉമ്മ 6ാമത്തെ വയസ്സിൽ യതീമായ ഹബീബിനെ ഈ ലോകത്ത് ബാക്കിയാക്കിയിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവസാനമായി റബ്ബിലെ കണഞ്ഞത് ആ അബവാഹിന്റെ മണ്ണിൽ വെച്ചിട്ടാണെന്ന് പറയുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തരിമാൻ ബാക്കിയുള്ള മനുഷ്യന് ഒന്ന് കരഞ്ഞുകൊണ്ടല്ലാതെ കേൾക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് കൽബ് കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരംഗം 6 വയസ്സുള്ള ഹബീബായ തങ്ങൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അബവാ അന്ന മണ്ണിൽ വെച്ച് ആമിന ബീവി റളിയല്ലാഹു അൻഹാ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോ അവസാനമായി ഓടി നടക്കുന്ന ആ കുഞ്ഞുമോനെങ്ങനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിത്തടത്തിൽ ഒരു ചുടുചുംബനം കൊടുത്തിട്ട് എന്റെ പൊന്നുമോനെ നോക്കാൻ ഇനി ആരുണ്ടാകുമെന്ന് അവരാതിപ്പെടുന്ന ഒരു നിമിഷമില്ലേ? അബവാഇന്റെ ശക്തി ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി ആരോരുമില്ലാത്ത പൈതലിനെ ആരാര് തുണയേകും തമ്പുരാനേ തമ്പുരാനേ. ആരങ്ങ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് അങ്ങോട്ട് പ്രയാസങ്ങളുടെ പെരുമഴയാണ്. ഒരു 6 വയസ്സുള്ള കുഞ്ഞുമോൻ ആടിനെ മേക്കാൻ പോകുന്ന രംഗങ്ങളൊന്ന് ആലോചിച്ചു കാണാം. 6 വയസ്സുള്ള ഒരു കുട്ടി ആടിന്റെ പിന്നാലെ ആട്ടിൻ പറ്റങ്ങളുടെ പിന്നാലെ ആടിനെ മേച്ച് നടക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹബീബായ തങ്ങൾ അന്ന് തുടങ്ങിയതാണ് പ്രയാസം. പരിഭവം അല്ലാഹുവിനോട് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും റബ്ബേ ഞാൻ ദരിദ്രനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, പ്രയാസക്കാരനാണ്, ഒരുപാട് കഷ്ടതകൾ യാതനകൾ വിശപ്പ് സഹിക്കുന്നു അല്ലാ എന്നെ കരകയറ്റി തരണേ എന്ന് ഒരിക്കൽ പോലും റബ്ബിനോട് പറഞ്ഞിട്ടില്ല. ഭൂതലം പോക്കുന്ന മുമ്പേ വാപ്പയും പിരിഞ്ഞു ബാലനായി വരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു ഒത്തുപള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോദിയില്ല. മർഹബായ നൂറൈനി മർഹബാ ജദ്ദൽ ഹുസൈൻ മർഹബാ അഹ്ലൻ വസഹ്ലാ മർഹബാ യാ ഖൈറദാ. നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ഹബീബിനോടുള്ള ഒരു മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ മാത്രമല്ല,
ഒരു തിരിച്ചറിവ് കൂടെ നമ്മുടെ കൽബിൽ ഉണ്ടാക്കാനാണ്. ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഞങ്ങൾ ഹബീബിന് വേണ്ടി ഞങ്ങൾ എത്രയാ തിരിച്ചു സ്നേഹിച്ചത് എന്ന ഒരു ബോധം നമുക്ക് നൽകാനാണ്. ഹബീബിനെ സ്നേഹിച്ചവരുടെ കാലിൻ്റെ അടിയിൽ പതിഞ്ഞു പോയ മണ്ണാകാൻ പോലും ഭാഗ്യമില്ലാത്തവരാണ് നമ്മൾ. ഹൃദയത്തിന്റെ ഉള്ളിലെ ഹബീബിനെ സ്നേഹിച്ചു കൊണ്ടു നടന്ന ആളുകളുടെ കാലിന്റെ അടിയിലെ മണ്ണ് പോലും ആകാൻ ഭാഗ്യമില്ലാത്തവരാണ് നമ്മൾ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞില്ല, സ്വഹാബ മാ നഫഅനി മാലു അഹദിൻ കമാ നഫഅനി മാലു അബീ ബക്കർ. എന്റെ അബൂബക്കറിന്റെ സമ്പാദ്യം ഒന്ന് ശ്രദ്ധിക്കണേ ഉമ്മമാരെ, എന്റെ ശബ്ദം ലഭിക്കുന്ന മുഅ്മിനീങ്ങളെ ഇങ്ങോട്ട് നോക്കണേ. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആരുടെ മുമ്പിലാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ അറിയണേ. 10,000 അടിമകളെ ദീനിന് വേണ്ടി മോചിപ്പിച്ച മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. 1000 ഒട്ടകങ്ങളും ആ ഒട്ടകത്തിന്റെ പുറത്ത് വെക്കാൻ കഴിയുന്ന അത്രയും സമ്പാദ്യങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഉള്ള സദസ്സിലാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നിങ്ങളുടെ ആരുടെ സമ്പാദ്യവും എനിക്ക് ഉപകരിച്ചിട്ടില്ല, നിങ്ങളിൽ ഒരാളുടെ സമ്പാദ്യവും എനിക്ക് ഉപകരിച്ചിട്ടില്ല. മാ നഫഅനി മാലി അബീ ബക്കർ, എന്റെ അബൂബക്കറിന്റെ സമ്പാദ്യം എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ. നമ്മളൊക്കെ ആണെങ്കിലോ ഇത് അഭിമാനത്തിന്റെ വാക്കല്ലേ, നമ്മളൊക്കെ ആണെങ്കിലും ഒന്നിങ്ങനെ അഭിമാനത്തോടെ ഇരിക്കൂലേ. സ്വഹാബത്തിങ്ങനെ ആകാംക്ഷയോട് നോക്കുമ്പോഴാണ്, എവിടെയാണ് അബൂബക്കർ എന്നറിയാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് മസ്ജിദിന്റെ മൂലയിൽ, മസ്ജിദുൻ നബവിയുടെ മൂലയിൽ തേങ്ങി കരഞ്ഞുകൊണ്ട് അബൂബക്കർ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, യാ അബൂബക്കർ, എന്തിനാണ് അങ്ങ് കരയുന്നത്? അങ്ങേക്ക് വേണ്ടി ഞാൻ അങ്ങയെ നന്നാക്കിയിട്ടല്ലയോ പറഞ്ഞത്, അങ്ങയെ മോശമാക്കി പറഞ്ഞില്ലല്ലോ അബൂബക്കർ. അബൂബക്കർ നിങ്ങൾ പറയാണ്, അങ്ങയുടെ വാക്കെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞില്ലേ എന്റെ മാൽ ഉപകരിച്ചതുപോലെ, എന്റെ സമ്പാദ്യം ഉപകരിച്ചതുപോലെ എന്നല്ലേ നബിയെ അങ്ങ് പറഞ്ഞത്? അനവമാലി ലക യാ റസൂലല്ലാഹ്, ഞാൻ മാത്രമാണോ നബിയെ? ഈ അബൂബക്കറിന്റെ ജീവനും അങ്ങേക്ക് ദണ്ഡമല്ലയോ യാ റസൂൽ? ഈ അബൂബക്കർ അങ്ങേക്കുള്ളതല്ലയോ നബിയോ? പിന്നെന്തിനാ നബി അങ്ങന്റെ സമ്പാദ്യം മാത്രം പറയുന്നത്? നമ്മൾ നാവുകൊണ്ട് പറയുന്നത് പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെറുതെ പറഞ്ഞതല്ല. ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി മാറ്റിവെച്ച ലോകത്തൊരു മനുഷ്യനും ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ കടന്നു പോയിട്ടില്ല. അബൂബക്കറിന്റെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറുതട്ടിൽ ലോകത്തെ മുഅ്മിനീങ്ങളുടെ മുഴുവൻ ഈമാൻ വെച്ചാൽ എന്റെ അബൂബക്കറിന്റെ ഈമാനിന്റെ അടുത്ത് ലോകത്തെ മുഅ്മിനീങ്ങളുടെ മുഴുവൻ ഈമാൻ വരില്ല എന്ന് ത്വാഹ റസൂലുള്ളാഹി. അതിന് മാത്രം അബൂബക്കർ എന്ത് ചെയ്തു റളിയല്ലാഹു അൻഹു? ഒരൊറ്റ കാര്യം മതി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ല, യാ അബൂബക്കർ, നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായി ചെയ്യുന്ന ഇബാദത്ത് ഏതാണ് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ കവിൾത്തടം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, താരങ്ങൾക്കിടയിലൊരമ്പിളിയോ റസൂലുള്ളാഹ്, അമ്പൽ കൂളത്തിലെ താമരയോ, സന്ധ്യാത്തൻ മണ്ണിലിറങ്ങിയതോ ഹബീബുള്ളാഹ്, വൈഡൂര്യ കുന്നിലെ മഞ്ചരിയോ, അർസല ജല്ല ജലാലോ റസൂലനാ റഹ്മത്തൻ ബർകത്തൻ ലിൽ ആലമീന, അർസല ജല്ല ജലാലോ റസൂലനാ റഹ്മത്തൻ ബർകത്തൻ ലിൽ ആലമീന. നബിയേ, അങ്ങയുടെ ഈ മനോഹരമായ കവിൾത്തടങ്ങൾക്കുള്ളിൽ പാൽനിലാവിനെ തോൽപ്പിക്കുന്ന ഈ വദനമില്ലേ, ഈ മുഖകമലമില്ലേ, അതിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആസ്വാദനമുണ്ട്. ഈ ദുനിയാവിൽ അബൂബക്കറിന്
ഈ ദുനിയാവിൽ അബൂബക്കറിന് അങ്ങനെ ഒരു ആസ്വാദനം, അതിനേക്കാൾ മനോഹരമായ ഇബാദത്ത് എനിക്ക് മറ്റൊന്നും തോന്നിയിട്ടില്ല യാ റസൂലല്ലാഹ്. ഈ ദുനിയാവിൽ ഹബീബിന്റെ സ്വഹാബികൾക്ക് ഏറ്റവും വലിയ ഇബാദത്ത് അത് അങ്ങയുടെ മുഖം കാണലായിരുന്നില്ലേ യാ റസൂൽ. ആ പരിശുദ്ധ മുഖം ഞങ്ങളെയും ഒന്ന് കാണിക്കണേ യാ റസൂൽ. അങ്ങകലെ മദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളാവേ, കരയുന്ന കൽബാലെ ഒരു സ്നേഹി പാടുന്നു, കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ ഹബീബേ. ഒരു അത്ഭുതകരമായ മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് ഒരിക്കൽ ഇങ്ങനെ സുഖമില്ലാതെ, മനസ്സ് കണ്ടാൽ മുഖം കണ്ടാൽ പോലും ദുഃഖിതനായി സൗബാൻ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, മലീ ഹറാക മഹ്സൂനാ. കേൾക്കണേ നിങ്ങൾ, നമ്മളിങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, റസൂലുള്ളാഹി ഞങ്ങളുടെ കൽവിലുണ്ട്, റസൂലുള്ളാഹിനെ ഞങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ സത്യത്തിൽ വെറും നാവ് കൊണ്ട് പറയുന്നവരാണ്. ഈ പറയുന്ന ഞാനില്ലേ, ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ക കുറഞ്ഞവൻ ഞാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിങ്ങനെ നാവ് കൊണ്ട് പറയും എനിക്ക് റസൂലുള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ നിങ്ങൾ കേൾക്കണേ, സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചോദിക്കുകയാണ്, മാലി അറാക മഹ്സൂന. എന്തേ സൗബാൻ, കുറച്ച് ദിവസമായിട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു, നീ വല്ലാതെ ദുഃഖിതനാണല്ലോ, നീ വല്ലാതെ സങ്കടപ്പെടുന്നല്ലോ. സൗബാൻ തങ്ങൾ പറയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല റസൂൽ. ശ്രദ്ധിക്കണേ, എനിക്ക് എന്റെ വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല റസൂൽ. എന്തേ കാരണം എന്നറിയോ? വീട്ടിൽ പോയാൽ എനിക്ക് അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ യാ റസൂൽ, അങ്ങയുടെ മുഖം കാണാൻ എനിക്ക് കഴിയൂലല്ലോ യാ റസൂൽ. വീട്ടിലിരിക്കുമ്പോ നേരം വെളുക്കാൻ എനിക്ക് ഇങ്ങനെ തുടുക്കമാണ്, നേരം എനിക്ക് വെളുക്കുന്നില്ല യാ റസൂൽ. അങ്ങയെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും എന്റെ കൽവിനാകുന്നില്ല യാ റസൂൽ. അങ്ങ് മദീനയിൽ നിന്ന് ഞാനില്ലാതെ പോയിട്ടില്ല, ഈ മദീനയിൽ നിന്ന് അങ്ങ് ഞാനില്ലാതെ ഇതുവരെ പോയിട്ടില്ല. ഒരൊറ്റ തവണ മാത്രമാണ് അങ്ങ് ഞാനില്ലാതെ മദീനക്ക് പുറത്തു പോയത്. പക്ഷേ യാ റസൂൽ, അന്ന് ഞാൻ എങ്ങനെയാണ് കടിച്ചു കൂട്ടിയതെന്ന് എനിക്കറിയാം റസൂലേ. അങ്ങില്ലാതെ എനിക്കാവണില്ല റസൂലേ. പക്ഷെ എനിക്ക് സങ്കടമില്ല, ഞാൻ മരിക്കുന്നത് വരെയല്ലേ അതിന്റെ ആയുസുള്ളൂ. പക്ഷെ എന്റെ സങ്കടം അതല്ല യാ റസൂൽ. മരിക്കുന്നത് വരെ ഞാൻ അത് സഹിച്ചോളാം യാ റസൂൽ. പക്ഷെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തികമായ വലിയ ചെലവുണ്ടാകുന്ന നിങ്ങൾക്കറിയാം. ഈ സംവിധാനങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഖ്യ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഈ സദസ്സ് ഇവിടെ ആരുടെ പേരിലാണോ സംഘടിപ്പിച്ചത്, വലിയുല്ലാഹി ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളൊക്കെ മനസ്സിൽ കണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക്, മാത്രമല്ല ഈ സദസ്സിൽ ബദരീങ്ങളുടെ അസ്മാ പറയുന്ന പരിശുദ്ധമായ മജ്ലിസുൻ നൂർ ജംഇയ സദസ്സാണ്. സമസ്തയുടെ നേതാക്കന്മാരെ അനുസ്മരിച്ച സദസ്സാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ മനസ്സിൽ കണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ കാരണമായി ഈ ഇഷ്കിന്റെ ഹബീബിനെ പാടിയ പറഞ്ഞ ഈ സദസ്സിൽ ഇരുന്നതിന്റെ പേരിൽ അല്ലാഹുവേ, ആ പരിശുദ്ധ ഹബീബിന്റെ പൂമുഖം ഒന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ എന്ന ഇഖ്ലാസുള്ള നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു സംഖ്യ അതിലേക്ക് ഇടണം. അല്ലാഹു നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരുമെന്നതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കാരണം ഹബീബിന്റെ മദ്ഹ് പറഞ്ഞാൽ സാധിക്കാത്തതായി ഒന്നുമില്ല. നിങ്ങൾ തുറന്ന ഇഖ്ലാസ് ഖൽബോടെയാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ അല്ലാഹു അതിന് അവസരം ഉണ്ടാക്കി തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലേ, എന്റെ സങ്കടം ഈ ദുനിയാവിനെ ഓർത്തല്ല,
ഇവിടെ ഞാൻ എങ്ങനെങ്കിലൊക്കെ അങ്ങയെ കണ്ട് ഞാൻ മതിമറന്നോളാ റസൂലേ. എന്റെ സങ്കടം എന്താണെന്നറിയോ യാ റസൂൽ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, നാളെ പരലോകത്തെത്തി കഴിഞ്ഞാൽ ആളുകൾ അല്ലാഹു വഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിന്നാർ, കുറച്ച് ആളുകളെ നരകത്തിലേക്ക് അല്ലാഹു ഇടും, കുറച്ച് ആളുകൾ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ഇടും. ഇനി അഥവാ ഈ സൗബാൻ സ്വർഗ്ഗത്തിലേക്ക് വന്നാൽ തന്നെ അങ്ങ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ ഫിർദൗസിലാകില്ലേ യാ റസൂൽ? അങ്ങ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ ഫിർദൗസിലാകില്ലേ യാ റസൂൽ? ഈ സാധുവായ സൗബാൻ സ്വർഗ്ഗത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാകില്ലേ യാ റസൂൽ? ഈ സൗബാൻ അങ്ങയെ കാണാൻ കഴിയുമോ യാ റസൂൽ? അതോർത്തോർത്ത് ഈ സൗബാൻ ഉറങ്ങാൻ കഴിയുന്നില്ല യാ റസൂൽ. ആ സൗബാൻ തങ്ങളാട് അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി തന്റെ മോനിങ്ങനെ വീട്ടിലൂടി വന്നിട്ട് മദീനയിൽ വെച്ച് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തായി എന്നറിഞ്ഞപ്പോ ഇരു കൈയും അങ്ങ് മേലോട്ട് ഉയർത്തിയിട്ട് അല്ലാഹുമ്മ കുഫ ബസരി, അല്ലാഹുമ്മ കുഫ ബസരി, അല്ലാഹ് എന്റെ ഹബീബിനെ കാണാൻ കഴിയാത്ത ഈ കാഴ്ച ഇനി എനിക്ക് വേണ്ട അല്ലാഹ്, എന്റെ ഹബീബിനെ കാണാൻ കഴിയാത്ത ഈ കണ്ണിനി എനിക്ക് വേണ്ട അല്ലാഹ്. ആ കയ്യങ്ങ് താഴ്ത്തുമ്പോഴേക്ക് സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ആ മദീനയിലേക്ക്, ആ റൗദാ ഷരീഫിലേക്ക് തന്റെ മകന്റെ കയ്യും പിടിച്ചു വരുന്ന സൗബാന നിങ്ങളൊന്ന് ഓർത്തു നോക്കണേ. പൊന്നാര പൂവിന്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂരിന്റെ പ്രഭ കിരണങ്ങൾ എന്തു ചമൽക്കാരം, പഞ്ചാര തിരുമേനി മണത്തവരിരുജകമിൽ താരം, എന്നാണെന്റെ കിന കൊതി തീരണ രാവ് റസൂലുള്ളാഹ്, ഒന്നാം പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ്, മൻ റആ വജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ്. ഈ ലോകത്ത് ഹബീബിന്റെ പൂമുഖം കാണാൻ കഴിയുന്നവരൊക്കെയും വിജയിച്ചവരാണ്. അല്ലാഹുവിനെ ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പ് മനോഹരമായി ആ ഹബീബിന്റെ മുഖം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞാൻ ആദ്യമായി ഒരു ഇഷ്ക് മജ്ലിസിന്റെ സദസ്സിലിരിക്കുമ്പോ വല്ലാതെ കരയിപ്പിച്ചൊരു വാക്കതിലുണ്ടായിരുന്നു. ഹദീസിൽ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തെ ഫോട്ടോ നമുക്ക് ഖബറിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ട് ഖബറിലേക്ക് എത്തിയാൽ ആ മനുഷ്യൻ ഇങ്ങനെ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമെന്നാണ്. എന്നിട്ട് ചോദിക്കും മതാരിഫ് ഹാദർ റജുൽ, ഈ മനുഷ്യനെ നിനക്കറിയുമോ, ഇയാളെ നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോ ഈമാനുള്ള മനുഷ്യൻ, ഖൽബിൽ ഇഖ്ലാസുള്ള ഇഷ്കുള്ള മനുഷ്യൻ പറയും ഇതെന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹദീസ് വായിച്ചിട്ട് ചില പണ്ഡിതന്മാര് പറഞ്ഞത്, ഔലിയാക്കള് പറഞ്ഞത്, ഈ നിമിഷമങ്ങ് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ അടുത്ത നിമിഷം എന്റെ ഹബീബിനെ കാണാൻ എനിക്ക് കഴിയുമല്ലോ, ഖബറിൽ വെച്ചാണെങ്കിലും എന്റെ ഹബീബിനെ എനിക്ക് കാണാൻ കഴിയുമല്ലോ എന്ന് ആഗ്രഹിച്ചു പോയ ആശിച്ചു പോയ മുഖ്ലിസീങ്ങളായ ആശിഖീങ്ങൾ ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ഒരല്പം പോലും നമ്മൾ സ്നേഹിച്ചിട്ടില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു ആ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ഖൽബ് കൊണ്ട് സ്നേഹിക്കാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതിലൂടെ ആ ഹബീബിന്റെ മണ്ണിലെത്താനും ആ ഹബീബിന്റെ പൂമുഖം ദർശിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു കുറഞ്ഞ സമയം ഒന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഹൃദയം കൊണ്ട് നമ്മൾ ഇതുവരെ ഹബീബിന്റെ മദ്ഹുകളാണ് പറഞ്ഞത്. നമ്മൾ ഹൃദയം കൊണ്ടുന്ന മദീന വരെ ഖൽബ് കൊണ്ടുന്ന പോവുകയാണ്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഇവിടെ അങ്ങനെ ഒരു സ്റ്റേജോ അല്ലെങ്കിൽ ഒരു സദസ്സോ അല്ലെങ്കിൽ കുറെ ആളുകളൊന്നുമില്ല, കണ്ണടച്ചിരുന്ന് നിങ്ങൾ ഈ സദസ്സിന്റെ കൂടെ ഇങ്ങനെ എന്റെ ശബ്ദം മാത്രം നിങ്ങൾ കേൾക്കണം, എന്നിട്ട് ഈ സദസ്സിന്റെ കൂടെ ഇങ്ങനെ വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം കൊണ്ട് കൊണ്ടു നടന്ന ഒട്ടനേകം സ്വഹാബിമാരുണ്ട്. അവരൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ പറയാതെ ഒരു ഇഷ്കിന്റെ മജ്ലിസ് പൂർണ്ണമാകുന്നില്ല. സാധാരണഗതിയിൽ അല്ലാഹുവിന്റെ ഹബീബ്, നമ്മളെല്ലാവരും ഹബീബിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ ഹബീബ് ഇങ്ങോട്ട് സ്നേഹിച്ച ചില ആളുകൾ ഉണ്ടാകും. അതൊരു വലിയ തൗഫീഖാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ബിലാൽ തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്റെ ഉമ്മ എന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചത് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഈ കറുത്ത കവിളത്ത് എന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ വെച്ചത് ഇന്നും എന്റെ കൽബിൽ മായാതെ കിടക്കുന്നുണ്ട്. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ ഇനി എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് മദീനയിൽ നിന്ന് നടന്നു പോകുന്ന ബിലാലില്ലേ, ആ ബിലാൽ തങ്ങളെ സ്വഹാബത്ത് മുഴുവൻ പിടിച്ചു വെക്കുകയാണ്. ബിലാൽ ഒന്ന് പോകാതിരുന്നൂടെ ബിലാൽ? ഹബീബായ തങ്ങൾ വഫാത്തായതിന്റെ വേദന ഇന്നും ഞങ്ങൾക്ക് മാറിയിട്ടില്ല ബിലാൽ. അങ്ങ് കൂടി പോയാൽ ഞങ്ങളുടെ സങ്കടം ഇരട്ടിയായി പോകും ബിലാൽ. ആകെ ഞങ്ങൾക്കുള്ളൊരാശ്വാസം അങ്ങയുടെ ബാങ്ക് മാത്രമാണ് ബിലാൽ. അങ്ങ് കൂടി പോയാൽ ഞങ്ങൾ തളർന്നു പോകും ബിലാലേ. ബിലാൽ തങ്ങൾ പറയാണ്, ഇല്ല സ്വഹാബികൾ പറയുന്നില്ലേ, അന്ന് ബിലാൽ തങ്ങൾ പോകുമ്പോ ആ മദീനയിലെ മണൽത്തരികൾക്ക് ബിലാലിനെ പിടിച്ചു വെക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ പിടിച്ചു വെക്കുമായിരുന്നേനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, ബിലാലേ ഒന്ന് പോകാതിരുന്നൂടെ, ഞങ്ങളെ വിട്ട് മദീന വിട്ട് പോകാതിരുന്നൂടെ ബിലാൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അബൂബക്കർ അൻത ഖലീഫത്തു റസൂലില്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണ് എന്ന അധികാരത്തിലാണ് ഇത് പറയുന്നതെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. അതല്ല, ഉമയ്യത്തിന്റെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ച എന്റെ യജമാനൻ എന്ന അധികാരത്തിലാണ് അങ്ങ് എന്നോട് പറയുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം. അഹദെന്ന തിരുമന്ത്രം മോടിഞ്ഞന്ന് ബിലാലദാ കാമണൽ വെത്തപ്പൂരം പിടഞ്ഞിടുന്നു. ഉരുകുന്ന കൊടും ചൂടിൽ പിടിച്ചവർ കിടത്തുന്നു. പെരുങ്കല്ല് നെഞ്ചിൽ കയറ്റി ഉരുട്ടിയിടുന്നു. ആ ബിലാൽ തങ്ങൾ ഉമയ്യത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കുമ്പോ സ്വഹാബത്ത് ചോദിച്ചില്ലേ, കൈഫ തഹമ്മൽത ഹാദിഹിൽ ആലാ, എങ്ങനെയാണ് ബിലാൽ ഉമയ്യത്ത് നിന്നെ ഇങ്ങനെ മരുഭൂമിയിലൂടെ, ചുറ്റുവഴുത്ത മരുഭൂമിയിലൂടെ നിന്റെ വയറ്റത്തിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് നിന്നെ ഇങ്ങനെ വലിച്ചയച്ചപ്പോ എങ്ങനെയാണ് ബിലാൽ നിനക്ക് സഹിക്കാൻ കഴിഞ്ഞത്? അതിന് ബിലാൽ കൊടുത്ത ഒരു മറുപടിയുണ്ട്, അതിനെന്റെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത് ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ ഉമയ്യത്ത് വലിച്ചയച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ കൽബ് മുഴുവൻ എന്റെ ഹബീബ് മാത്രമായിരുന്നേ. ആ ഹബീബായ തങ്ങൾ വഫാത്തായപ്പോ എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ബിലാൽ തങ്ങൾ പോകുന്ന ഒരു രംഗമില്ലേ, മണ്ണീമോ റസൂലിന്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പോ ബിലാലെന്ന് തകർന്നോ തേങ്ങി പുണ്യ മദീന കോവിഡ ചൊല്ലി നടന്നു നീങ്ങി. ചെറുപാണ്ടം ചുമടേണ്ടി മിഴിനീരിൻ
പണ്ടേ അസ്ഹാബും ബിലാലിനെ തടഞ്ഞു നോക്കി. റസൂലുള്ളാഹ് മദീനത്ത് വസിക്കാനി ബിലാലില്ല. അസ്ഹാബിങ്ങളെ എന്നെ തടഞ്ഞിടല്ലേ. എൻ്റെ ഹൃദയത്തിനിതു താങ്ങാൻ കഴിയുകില്ല. എന്നെ പിടിച്ചു വെക്കല്ല. എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ബിലാല് തങ്ങൾ സിറിയയിലേക്ക് പോവുകയാണ്. കാലങ്ങളോട് പിന്നെ സിറിയയിലാണ്, തിരിച്ചു വരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ബിലാലേ, എന്നോട് പിണക്കമാണോ ബിലാൽ? എന്നോട് പിണക്കമാണോ ബിലാൽ? എന്തേ ഒന്ന് മദീനയിലേക്ക് വന്നൂടെ ബിലാൽ? അല്ലാഹുവിന്റെ റസൂലേ, ആ ബിലാൽ സ്നേഹിച്ച സ്നേഹത്തിന്റെ ഒരംശം പോലും ഞങ്ങൾ സ്നേഹിച്ചിട്ടില്ല യാ റസൂലല്ലാഹ്. എങ്കിലും സാധുക്കളായ ഒരു കൂട്ടം മുഅ്മിനീങ്ങൾ അങ്ങയുടെ മദ്ഹ് പറയുന്ന സദസ്സിലിരിക്കുന്നു യാ റസൂൽ. ഞങ്ങളെയും ഒന്ന് വിളിക്കുമോ യാ റസൂൽ? ആ മദീനയിലേക്ക് ഞങ്ങളെയും ഒന്ന് വിളിക്കുമോ യാ റസൂൽ? ഹൃദയമറിഞ്ഞ് നിങ്ങൾ ആഗ്രഹിച്ചോളൂ. അള്ളാഹുവിന്റെ റസൂൽ അതിനുള്ള സൗഭാഗ്യം നമുക്ക് തരും, ഉറപ്പാണ്. എന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേരളക്കരയിൽ നിന്ന് കടന്നുപോയ വലിയ മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. ആ പരിശുദ്ധമായ റൗദാ ശരീഫിന്റെ മുന്നിൽ ചെന്ന് കരഞ്ഞില്ലേ, യാ അക്രമൽ ഖുറമാ അലാ, യാ അക്രമൽ ഖുറമാ, യാ അക്രമൽ ഖുറമാ അലാ അഅതാബികോ ഖബറുൽ ഫഖീറുൽ മുർതജി ലിജനാബികോ യർജുൽ അത്വാലൽ ബുകാഇ ബിബാബികോ വതഉ മിൻ ഐനിഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇതാ അങ്ങയുടെ മുമ്പിൽ ഫഖീറായ ഉമർ വന്നിരിക്കുകയാണ്. നമ്മൾ പറയേണ്ട എല്ലാവിധത്തിലുള്ള വിനയത്തിന്റെ വാക്കുകളും വലിയ വലിയ മഹാന്മാര് പറഞ്ഞു പോയിന്നതാണ്. തെറ്റിന്റെ ഭാണ്ഡവുമായി ഞങ്ങളിതാ അങ്ങയുടെ ദർബാറിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളെ ഒന്ന് കൈപിടിക്കുമോ യാ റസൂൽ? ഈ പാപികളായ ഞങ്ങളെ ഒന്ന് അല്ലാഹുവിനോട് പറഞ്ഞ് ഒന്ന് ശഫാഅത്ത് ചെയ്ത് ഞങ്ങളെ ഒന്ന് കൂട്ടുപിടിക്കുമോ യാ റസൂൽ? ഉമറുൽ ഖാദി തങ്ങളെ ആ ദർബാറിന്റെ മുന്നിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, യാ അക്രമൽ ഖുറമാ അലാ അഅതാബികും, അങ്ങയുടെ മുമ്പിൽ ഇതാ ഞാൻ കരയുകയാണ് യാ റസൂൽ. എന്തിനാ കരയുന്നത് എന്നറിയോ? യർജുൽ ബുകാ, അങ്ങയുടെ മുമ്പിൽ കരഞ്ഞാൽ അങ്ങ് കൈവിടൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായ റസൂൽ. അത് വെറുതെ പറഞ്ഞതല്ല. മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഖുതുബയിൽ പിടിച്ചിരുന്ന ആ മനോഹരമായ ഈന്തപ്പനമട്ടലില്ലേ, റസൂലുള്ളാഹിക്ക് വേണ്ടി അൻസ്വാരിയത്തായ ഒരു പെണ്ണ് നല്ല ഒരു മരത്തിന്റെ പിടി കൊണ്ടുവന്ന് കൊടുത്തപ്പോ, മരത്തടി കൊണ്ടുവന്ന് കൊടുത്തപ്പോ അത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ ഓതിയപ്പോഴല്ലേ മദീന മുനവ്വറയെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ മദീനത്തെ പള്ളിയുടെ ഒരു മൂലയിൽ നിന്നൊരു കരച്ചിൽ കേട്ടത്. സ്വഹാബത്ത് മുഴുവൻ വല്ലാത്ത ബേജാറിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് മദീനയിലെ മൂലയിലിരുന്ന് ആ ഈന്തപ്പനമട്ടൽ ഇങ്ങനെ കരയുകയാണ്. എന്തിനാ കരയുന്നത്? റസൂലുള്ളാഹിയിലേക്ക് അണയാനുള്ള വെമ്പൽ കൊണ്ടാണ്. ഇന്ന് വരെ എന്നെ പിടിച്ചിരുന്നത്, ഞാൻ ചേർന്നിരുന്നത് എന്റെ ഹബീബിന്റെ കയ്യിലല്ലേ. ഇന്ന് എന്റെ ഹബീബ് എന്നെ
വിട്ടു പിരിഞ്ഞില്ലേ വൈഷ്കന്നിലാ റസൂലില്ലാഹ് എന്റെ ഹബീബിന് എന്നിലേക്കില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ ആ ഈന്തപ്പന മട്ടലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു കരയുന്ന കൊച്ചു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോ ആ കുഞ്ഞിങ്ങനെ മെല്ലെ മെല്ലെ കരച്ചിൽ നിർത്തുന്നത് പോലെ ആ ഈന്തപ്പന മട്ടൽ കരച്ചിൽ നിർത്തിയില്ലയോ യാ റസൂൽ അതുപോലെ ഇതാ ഫഖീറായ ഉമർ വന്നിട്ട് അങ്ങയുടെ ദർബാറിന്റെ മുന്നിൽ കരയുന്നു യാ റസൂൽ എന്നെ സ്വീകരിക്കുമോ യാ റസൂൽ അതുകൊണ്ട് ഉള്ളു തുറന്ന് കരഞ്ഞാൽ ആ ഹബീബ് നമ്മളെ കൈവടിയില്ല നമ്മളെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എന്റെ ഹബീബ് എന്നെ കൈവിടൂല എന്നുള്ള ഉറപ്പോടുകൂടെ ഒരു മനുഷ്യൻ ഹബീബിന്റെ മുന്നിൽ കരഞ്ഞാൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവിടില്ല എല്ലാവരും ഒന്നടുത്തേക്ക് വരും നമ്മളെ 10 മിനിറ്റും കൂടി പ്രായമുള്ള ആളുകൾ ഉണ്ടെന്ന് അറിയാം ഇൻഷാ അല്ലാഹ് നമ്മൾ 10 മണിക്ക് അവസാനിപ്പിക്കണം എന്നാ പറഞ്ഞത് ഒന്ന് നമ്മൾ കണ്ണടച്ചുകൊണ്ട് മദീനയിൽ വരെ പോയി ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ നടത്തിയിട്ട് പ്രായമുള്ള ആളുകൾ ഉണ്ടാകും ഒന്ന് നെടീറ്റ് നിന്നാൽ മതി 5 മിനിറ്റ് അത് നമുക്ക് ഇരിക്കാം ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ മാത്രം നിന്നാൽ മതി അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് പറയാണ് നമ്മളെല്ലാവരും ഞാനിവിടെ ഏകദേശം 1.5 മണിക്കൂറിന്റെ അടുത്ത് ഹബീബിനെ പറയുകയും പാടുകയും ചെയ്തു ഈ ലോകത്ത് ഞാൻ ആദ്യം വെറുതെ പറഞ്ഞു ഇതൊന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും മദ്ഹും ഒക്കെ പരിഹാരമാണ് എന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിലുള്ള ഒന്ന് അടുത്ത് വരാൻ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവരും നടത്തേക്ക് പോയി ഇതൊന്നും പറഞ്ഞത് ആരല്ല ഏതെങ്കിലും സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ മുജാഹിദുകാര് വഹാബികൾ ഏറ്റവും കൂടുതൽ പറയുന്ന സാധനമാണ് ഇത് പറഞ്ഞതാരാ ഈ കേരളക്കരയിൽ കഴിഞ്ഞുപോയ വലിയൊരു മഹാനാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ മഹാനേക്കാൾ വലിയൊരു പണ്ഡിതനെ നമ്മള് അത്ര വലിയ പണ്ഡിതന്മാരൊന്നും ഈ പറയുന്നത് പാടില്ല എന്ന് പറയുന്ന ആളുകളിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അവര് പറയാണ് തെറ്റിന്റെ ബാണ്ടക്കെട്ടായി ഞങ്ങൾ മാറി അത്രയും തവാദുവാണ് വിനയാണ് നിങ്ങൾ ആലോചിച്ചോക്കണം നബിയേ നാളെ പരലോകത്ത് അങ്ങല്ലാതെ ഞങ്ങൾക്ക് കൂട്ടില്ല ആ സമയത്ത് ഞങ്ങൾ അങ്ങ് കൈപിടിക്കണേ യാ റസൂൽ എന്ന് പറയാണ് അതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ പരിഹാരം ഹബീബായ തങ്ങളാണ് നിങ്ങൾ എല്ലാവരും കണ്ണടക്കി നമ്മള് ഒന്ന് മദീന വരെ പോവാണ് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളോടൊക്കെ പറയണം ഒരുപാട് ആളുകൾ മദീനയിൽ പോയ ആളുകളുണ്ട് നമ്മൾ എങ്ങനെ കടക്കാറുള്ളത് മദീനത്തേക്ക് ആ റൗദയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളെ ബാഗിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരും 300 രൂപന്റെ ചെരുപ്പുണ്ടാവും ഇതും ബാഗിലിട്ടിട്ടാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു അവസരം ആ റൗദയിലേക്ക് കയറാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളെങ്ങനെ കയറുക ഈ 350 രൂപന്റെ ചെരുപ്പും ബാഗിലിട്ടിട്ടല്ലേ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇമാം യാഫിഈ തങ്ങൾ പരിശുദ്ധമായ മദീനയിലെത്തിയിട്ടും മദീനയുടെ അതിർത്തിയിൽ 14 ദിവസം തമ്പടിച്ചിരുന്നു ഈ മദീനയിലേക്ക് കയറാൻ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് സമ്മതം തരാതെ ഞാൻ കടക്കൂല അവരെയും നമ്മളെയും നിങ്ങൾ തുലനം ചെയ്ത് നോക്കൂ നമ്മളെയും അവരുടെയും ഈമാന്റെ വലിപ്പത്രയും അവിടെയാണ് നമ്മൾ എത്രയോ ചെറുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ആ ചെറുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണല്ലോ നമ്മളൊരു അവസരം കിട്ടിയിട്ട് ഇത്രയും വലിയ സ്വർഗത്തിലേക്ക് കടക്കാൻ അവസരം കിട്ടിയിട്ട് ഈ ചെരുപ്പും തൂക്കിയിട്ട് നമ്മൾ പോകുന്നത് അവിടെയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും മഹാനായ ഉമർ അൽ ഖാദി തങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വലിയ മാതൃകയാകുന്നത് അതുകൊണ്ട് ഒന്ന് കണ്ണടച്ചിരുന്ന് ഹൃദയം കൊണ്ട് മദീനയിലേക്ക് നമ്മളൊന്ന് പോകുകയാണ് അല്ലാഹു ഈ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഒന്നിച്ച് മദീനയിലെത്താൻ ഈ സദസ്സ് അല്ലാഹു സബബാക്കി തരട്ടെ മദീനത്തെ മലർ മണ്ണിൽ മരതകമടലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട് മഹാരാജാ റസൂലിനെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചെല്ലണ പൂതിയും പൂണ്ട്
നിങ്ങളെല്ലാവരും നമ്മൾ ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത്, മദീനക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒരു മാറ്റങ്ങളൊന്നുമില്ല. എല്ലാ അറബ് രാജ്യങ്ങളെ പോലെ കുറെ കെട്ടിടങ്ങളും കുറെ വിശാലമായ റോഡൊക്കെ ഉണ്ട്. ആ റോഡിലൂടെ യാത്ര ചെയ്ത് മദീനയിലെത്തി. മദീനയിൽ നമ്മൾ റൂം എടുത്ത് താമസിച്ച് ആദ്യമായി മദീനയിലെത്തുന്ന മനുഷ്യൻ, നിങ്ങളെല്ലാവരും കണ്ണടച്ചിരുന്ന് കേൾക്കണേ, ആദ്യമായി മദീനയിലെത്തുന്ന മനുഷ്യൻ പുതിയ വസ്ത്രമണിഞ്ഞ് ആ മദീനയിലെ ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളക്കൊട്ടാരം ഇങ്ങനെ ദൂരെ ഇങ്ങനെ മെല്ലെ മെല്ലെ കാണുകയാണ്. കണ്ണിലേക്ക് അതിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ദൂരെ കഴിയും. നടന്ന് നമ്മൾ എവിടെയാണ് ഉള്ളത് ആ ഭാഗത്തുള്ള റൂമിന്റെ ഭാഗത്തുള്ള ഗേറ്റിലൂടെ പാൽനിലാവ് കോരിച്ചൊരിഞ്ഞതുപോലത്തെ ആ വെള്ള മാർബിളിലൂടെ ഇങ്ങനെ നടന്ന് മനോഹരമായ വെള്ളത്തൂണുകൾക്കുമിടയിൽ മുകളിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ആ വിശാലമായ കുടകളുണ്ട്. മദീനയുടെ ഏറ്റവും മനോഹരമായ ഐക്കണാണത്. അതിന് താഴെയിലൂടെ നടന്ന് ബാബുസലാമിന്റെ ചാരയെത്തുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയുണ്ട്. ബാബുസലാമിന്റെ ചാരത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം കാലിനൊരു തരിപ്പുണ്ട്. കാലിന്റെ അടിയിൽ നിന്ന് ശരീരത്തിലേക്ക് ഇരച്ചു കയറുന്ന ഒരു തരം ഒരു വല്ലാത്ത ഒരു ആവേശമുണ്ട്. സുബഹി ബാങ്കിൻ നേരത്ത് പലരുമാ മദീനത്ത് പച്ചക്കൊബ്ബ ചോടെ നിന്ന് അസ്സലാം മൊഴിയേ. പാപി ഞാൻ വിദൂരയാണ്, മോഹമാതിരുറോദയാട് കരുണ മന്ദിരമാ മദീന കാണുവാൻ കൊതിയേ. കാത്തിരുന്ന നിരാശയാൽ ഞാൻ പാടിയ നബിയേ. ആ ബാബുസലാമിലൂടെ നടന്ന് റൗള ഷരീഫിന്റെ ചാരത്തെത്തി. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇടതു ഭാഗത്ത് ഈ ഭൂമിയിലെ സ്വർഗമായ റൗള ഷരീഫ്, അവിടെ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് അലമുറയിട്ട് കരയുന്ന ആളുകളുടെ കരച്ചിൽ നമുക്ക് കേൾക്കാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ ആദ്യമായി കാണാൻ അവസരം കിട്ടിയ ആളുകളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിൽ പെയ്യുന്നത് കാണാം. നടന്ന് ആ ഹുജ്റത്തു ഷരീഫയുടെ ചാരത്തെത്തിയിട്ട് ഹബീബായ തങ്ങളുടെ ചാരക്കിടക്കുന്ന ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ റൗള ഷരീഫിന്റെ ചാരത്തുള്ള ആ ഹബീബ് തങ്ങൾ കിടക്കുന്ന ആ മഖബറ ഇങ്ങനെ കാണുമ്പോൾ അവിടെ ഉണ്ടാകും കാലിന് സ്വാധീനമില്ലാത്തവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ജീവിതത്തിൽ ഒരുപാട് വൈകല്യമുള്ള ആളുകൾ ആ ഹബീബിന്റെ സദസ്സിൽ വന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അസ്സലാത്തു വസ്സലാമു അലൈക യാ എന്ന് പറയുന്ന ഒരു രംഗമില്ലേ? അല്ലാഹുവേ ആയുസ്സിൽ ഒരുപാട് തവണ ആ മദീനയിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹരാകുംബത്തെ ജോ ദേഖോഗേ ज़माना बोले जाओगे, മദീനയിലൊന്ന് പോയിടണം, മനസ്സ് തുറന്ന് കരഞ്ഞിടണം, പതിയ സലാം ചൊല്ലിടണം, പരിച്ചൻ കൽബ് തന്നിടണം, പതിയ സലാം ചൊല്ലിടണം, പരിച്ചൻ കൽബ് തന്നിടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരികയാണ്. മുഹമ്മദ് ബിൻ അബീ ബക്കർ അൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ
ഈ ദുനിയാവിൽ ലൈലത്തുൽ ഖദറിനേക്കാൾ മനോഹരമാകാൻ കഴിയുന്ന, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകാൻ കഴിയുന്ന ഒരു രാത്രി ഉണ്ടെങ്കിൽ അത് ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ രാത്രിയാണ്. അല്ലാഹുവേ, ഈ സദസ്സ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഇഖ്ലാസുള്ള ഏറ്റവും നല്ല സമയത്ത് ഹബീബിന്റെ മദീനയിലെത്താൻ, റൗളയിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള സബബാക്കി ഈ സദസ്സ് നീ മാറ്റി തരണേ പഠിച്ചോനെ. വ്യസനമാൽ വീളിച്ചിടും യാ സയ്യിദി, വേദകളെല്ലാം തീർക്കയാ ഖൈറൻ നബി, വികലമാണി ജീവിതം യാ സയ്യിദി, ആശയുള്ളോനാടിവൻ ഖുദ് ബിയദി, ആശയുള്ളോനാടിവൻ ഖുദ് ബിയദി. ആ മദീനയിലേക്ക് സിറിയയിലുള്ള ബിലാൽ തങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോയ യാ റസൂലല്ലാഹ്, ഈ പന്തിപ്പൊയിലിലെ സാധുക്കളായ പാവങ്ങളായ മുഅ്മിനീങ്ങളിതാ അങ്ങയെ ഓർത്തിവിടെ കരയുകയാണ് യാ റസൂൽ. ഞങ്ങളെ ഒന്നങ്ങോട്ട് മദീനയിലേക്ക് കൈപിടിക്കുമോ യാ റസൂൽ, ഞങ്ങളെ ഒന്ന് കൈപിടിക്കുമോ യാ റസൂൽ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരുന്നോളി. ഒരു കോടിയ ലേലം വിളിക്കാനത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ്. ശൈഖുനാന്റെ പരിശുദ്ധ മജ്‌ലിസിലേക്ക് ഒരു കോഴി നേർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വില കെട്ടിയിട്ട് ആരെങ്കിലും അതൊന്നും എടുത്താല് കുറെ സമയം ലേലം ചെയ്തിട്ടൊന്നും സമയം കളയുന്നില്ല. പ്രധാനപ്പെട്ട ദുആന്റെ സദസ്സാണ്. 313 രൂപ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. 313 രൂപ. കോഴി ഇതാണ്. 400 രൂപ. 444. 500 രൂപ. 500 രണ്ടാളുണ്ട്, ഒരാളെ കൂട്ടിയാൽ മതി. 600. കൂടുതൽ നീട്ടുന്നില്ല, പെട്ടെന്ന്. 600 രൂപ. നല്ല മനോഹരമായ പൂവൻ കോഴിയാണ്. 600 രൂപ. 1 600 രൂപ. 2 ഉറപ്പിക്കാൻ പോവാണ്. സമയം കുറവുണ്ട്. ദുആന്റെ സദസ്സാണ്. വേറെ ആർക്കും ആവശ്യമില്ലല്ലോ. 600 രൂപ. 300 രൂപ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദീർഘമായി ദ്വാരക്കുന്നില്ല. നാളെയും മറ്റന്നാളൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ നേതൃത്വത്തിലേക്ക് ദുആ സദസ്സ് തന്നെയുണ്ട്. അതുകൊണ്ട് ദീർഘമായൊരു ദുആയിൽ എന്നോട് 10 മണിക്ക് നിർത്താനാണ് പറഞ്ഞത്. 10:05 മാക്സിമം എന്നാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് ദ്വാരന്നിട്ട് നമുക്ക് പിരിയാം. ദുആ ചെയ്യാൻ തീർത്തും യോഗ്യനല്ല എന്ന ഉറപ്പ് എനിക്കുണ്ട്. പക്ഷേ ഈ സദസ്സിൽ പുസ്തകന്മാരോടൊക്കെ ദ്വാരക്കാൻ പറഞ്ഞാൽ ആരും അതിനെ മുതിരൂല. അതുകൊണ്ട് അങ്ങനെ നിർബന്ധിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി കൽബ് കൊണ്ടൊന്ന് ആമീൻ പറയാം. ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അതില് കാര്യമായിട്ട് രോഗികളായ ആൾക്കാരാണ്. രോഗികൾ എന്ന് പറഞ്ഞാൽ ചെറിയ രോഗങ്ങളല്ല, വലിയ വലിയ രോഗം ബാധിച്ച. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ എൻ്റെ മോദിനായി വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ നാട്ടുകാരനായ തരുവണക്കാരനായ
എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞൂടെ, വാപ്പയുടെ തുല്യമായ സ്ഥാനത്തുള്ള ഒരു ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ 2 പേരമക്കൾ 1 വയസ്സുള്ള ഇരട്ട കുട്ടികളാണ്. 2 പേർക്കും ബ്ലഡ് ക്യാൻസർ ആണ്. 2 ചെറിയ കുട്ടികൾ 1 വയസ്സുള്ള. അപ്പൊ അതുപോലെ ആ കുട്ടികളുടെ വാപ്പ ഒരു മാസം മുമ്പ് ഒരു ആക്സിഡന്റിൽ പെട്ട് 8ഓളം വാരിയലുകളൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ വലിയൊരു പ്രയാസത്തിലാണ്. ഇനി അതുപോലെ ഒരുപാട് ഓരോ സദസ്സിൽ ചെല്ലുമ്പോഴും കാര്യമായിട്ട് രോഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച വീട്ടിലെ സഹോദരന്റെ അനിയൻ 2 മാസം മുമ്പാണ് ക്യാൻസർ ബാധിച്ചത്. 38 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ട ആൾക്കാർ തോർക്കാൻ പറഞ്ഞവരുണ്ട്, രോഗികളായ ആൾക്കാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളിലുള്ള ഈ ആളുകളുടെ ആമീന്റെ ബർക്കത്തുകൊണ്ടാണ് ഈ ദുആ സ്വീകരിക്കുന്നത്. അതിലൊക്കെ വലിയ പ്രാധാന്യം ഈ സദസ്സുള്ളത് ഈ കേരളക്കര കണ്ട ഏറ്റവും വലിയൊരു മഹാന്റെ പേരിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മനസ്സ് തുറന്ന് ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കും. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم أوصل مثل ثواب ما قرأناه وما مدحناه وما حللناه إلى حضرة النبي المصطفى محمد صلى الله عليه وسلم إلى أرواح سائر أهل الخير كلهم أجمعين. أرحم الرحيم يا ملك الملوك يا راج سيدا يا الله ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ ഞങ്ങൾ ചൊല്ലിയ മദ്ഹുകൾ, ഞങ്ങൾ പാടിയ മദ്ഹുകൾ, ഞങ്ങൾ പറഞ്ഞ മദ്ഹുകൾ എല്ലാം നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹു ഈ സദസ്സിൽ വെച്ച് ഖുർആൻ ഓതിയിട്ടുണ്ട്, യാസീൻ ഓതിയിട്ടുണ്ട്, ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദതൈനുകൾ ഓതിയിട്ടുണ്ട്. മഹാരഥന്മാരായ അഹ്ലു ബദറിന്റെ അസ്മാ ബദർ ചൊല്ലുന്ന മജ്ലിസ് നൂർ ചൊല്ലിയിട്ടുണ്ട്. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. പഠിച്ചോനെ അതിന്റെ ഒക്കെ മിസ്ലായ സവാബിയല്ല അഹ്ലുൽ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ബദരീങ്ങളടക്കമുള്ള മഹത്തുക്കളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ പരിശുദ്ധമായ കാവൽ ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നൽകണേ അല്ലാഹ്. മഹാനായ വലിയുല്ലാഹി ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെയും അല്ലാഹുവേ ഈ പരിശുദ്ധമായ മാസത്തിൽ മൺമറഞ്ഞു പോയ മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കമുള്ള കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള അല്ലാഹുവേ മഹത്തുക്കളായ അത്തിപ്പറ്റ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞ മാസത്തിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹുവേ എല്ലാ മഹത്തുക്കളുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകളെ നീ ഉയർത്തണേ അല്ലാഹ്. അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്. അതുപോലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുമായി ഈ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോയ അല്ലാഹ് ഈ സദസ്സിൽ ഇരിക്കുന്നവരുമായി ബന്ധപ്പെട്ട് മൺമറഞ്ഞു പോയ എല്ലാവരുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മാതാപിതാക്കൾ മരിച്ചവരുണ്ട്, ഉസ്താദുമാര് മരിച്ചവരുണ്ട്, മക്കള്, ഭാര്യ, ഭർത്താക്കന്മാര്, സഹോദരി സഹോദരന്മാര് മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവരുടെ ഹദറത്തിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ അവർ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്കൊക്കെ ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. പഠിച്ചോനെ നല്ല സമയത്ത്, നല്ല ദിവസത്തിൽ, നല്ല മാസത്തിൽ, നല്ല കോലത്തിൽ, നല്ല രൂപത്തിൽ, നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണേ പഠിച്ചോനെ. അല്ലാഹു ഞങ്ങൾ ഇങ്ങനെ വലിയ വസ്ത്രമൊക്കെ ധരിച്ച് വെള്ള വസ്ത്രം തലയെക്കെട്ടൊക്കെ കെട്ടി നടക്കുന്നവരാണ്. പക്ഷേ ഞങ്ങളുടെ കൽവിലുള്ള ഈമാനിന്റെ വലിപ്പം ഞങ്ങൾക്കറിയാ പഠിച്ചോനെ. ഞങ്ങളുടെ ഇഖ്ലാസിന്റെ വലിപ്പം ഞങ്ങൾക്കറിയാ പഠിച്ചോനെ. ഞങ്ങളുടെ കൽബിന്റെ മോശത്തരങ്ങളെ ഞങ്ങൾക്കറിയാം അല്ലാഹ്. ഞങ്ങളെ നീ നന്നാക്കി തരണേ പഠിച്ചോനെ. അല്ലാഹ് ഞങ്ങളെ നീ നന്നാക്കി തരണേ പഠിച്ചോനെ. ഞങ്ങളുടെ കൽബിനെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു ഈമാനുള്ളവരാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. ഞങ്ങളുടെ കൽബിൽ ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. ഞങ്ങളുടെ കൽബിൽ ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് രോഗികൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പഠിച്ചോനെ. അല്ലാഹ്
അല്ലാഹുവേ ക്യാൻസർ രോഗികൾ, ട്യൂമർ ബാധിച്ചവർ പഠിച്ചോനെ അല്ലാഹുവേ സഹിക്കാൻ കഴിയാത്ത രോഗങ്ങൾ ബാധിച്ച ഒരുപാട് ആളുകളുണ്ടല്ലോ, നീ ശിഫാ നൽകണേ പഠിച്ചോനെ. അല്ലാഹു ചോദിക്കാൻ ഒരുപാട് അർഹതയുള്ള ഒരു സദസ്സിൽ വെച്ചാൽ ഞങ്ങൾ ചോദിക്കുന്നത് പഠിച്ചോനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ സദസ്സാണ്, ബദരീങ്ങളെ പറഞ്ഞ സദസ്സാണ്, മഹത്തുക്കളെ പറഞ്ഞ സദസ്സാ പഠിച്ചോനെ. ഒരുപാട് ഉസ്താദുമാരുള്ള സദസ്സാ പഠിച്ചോനെ. ഞങ്ങളുടെ ദുആനെ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആനെ കബൂലാക്കണേ പഠിച്ചോനെ. അല്ലാഹ് ഞങ്ങൾ ഈ ദ്വാരനയുടെ ബർക്കത്തുകൊണ്ട് പഠിച്ചോനെ ആ രോഗികൾക്കൊക്കെ ശിഫ കൊടുക്കണേ അല്ലാഹ്. എത്ര വലിയ രോഗാണെങ്കിലും ഈ രോഗത്തെ അയ്യൂബ് നബിക്ക് കൊടുത്തതിനേക്കാൾ വലിയ രോഗം നീ വേറെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ പഠിച്ചോനെ. ആ രോഗം പോലും ശിഫയാക്കി കൊടുത്ത അല്ലാഹ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജാഹ് ബർക്കത്ത് കൊണ്ട് അവരെല്ലാവരുടെ രോഗവും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കി കൊടുക്കണേ പഠിച്ചോനെ. അല്ലാഹുവേ ഈ പരിശുദ്ധമായ സംഗമത്തിന് വേണ്ടി സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹു ഇതിനു വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ ഒരു സംഗമത്തിന് വേണ്ടി എത്രയോ ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്ന ഈ നാട്ടുകാർ, ഇവിടുത്തെ പ്രവർത്തകർ, ചെറുപ്പക്കാര്, പ്രായമുള്ളവർ, ഉസ്താദുമാർ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ മഈശത്തിൽ ബർക്കത്ത് കൊടുക്കണേ പഠിച്ചോനെ. അല്ലാഹു ഈ വിനീതന്റെ കൂടെ പലയിടങ്ങളിലേക്കും വരുന്ന ഒരുപാട് ചെറിയ മക്കളുണ്ടല്ലോ, അല്ലാഹു അവരൊക്കെ ഈ ദുആക്ക് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ നീ സലാമത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതിലൊരു കുട്ടിയുടെ വാപ്പ ജീവിച്ചിരിപ്പില്ല അല്ലാഹുവേ, ആ കുട്ടിയുടെ ഉപ്പാന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെ നീ കബൂലാക്കണേ പഠിച്ചോനെ. ആ മക്കൾക്കൊക്കെ നല്ല ഭാവി കൊടുക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പരിശുദ്ധമായ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു അംഗമായി ആത്മാഭിമാനത്തോടെ നിലകൊള്ളാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ റഹ്മാനെ. ഒന്നിച്ച് പരിശുദ്ധമായ ഈ സംഘടനയുടെ ഈ പ്രസ്ഥാനത്തിന്റെ 100ാം വാർഷികം ആത്മാഭിമാനത്തോടെ ആഭിജാത്യത്തോടുകൂടി അഭിമാനത്തോടെ ഞങ്ങൾക്ക് നടത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിലൊരു കണ്ണിയാകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഈ അഭിമാനമൊക്കെ നേടിത്തന്ന ഞങ്ങളുടെ മുൻഗാമികളായ നേതാക്കന്മാർ, അവരുടെയൊക്കെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാക്കണേ റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പേടിക്കപ്പെടുന്ന അസുഖങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾക്ക് മക്കളിലും ഞങ്ങളുടെ ഭാര്യമാരിലും കുടുംബത്തിലും വീട്ടിലും ഒക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിലെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഉള്ള മക്കളിൽ നീ ബർക്കത്ത് തരണേ പഠിച്ചോനെ. ഉള്ള വീട്ടിൽ നീ ബർക്കത്ത് തരണേ പഠിച്ചോനെ. അല്ലാഹ് ഞങ്ങൾക്ക് അങ്ങനെ നീ എന്തൊക്കെയാണോ ഞങ്ങൾക്ക് നീ കണക്കാക്കിയിട്ട് എന്തൊക്കെയുണ്ടോ റബ്ബേ, അതിലൊക്കെ നീ ബർക്കത്ത് തരണേ പഠിച്ചോനെ. ബർക്കത്തില്ലാത്തത് ഞങ്ങൾക്ക് വിധിക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് ഖൈറല്ലാത്തത് ഞങ്ങൾക്ക് വിധിക്കല്ല അല്ലാഹ്. പഠിച്ചോനെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ പഠിച്ചോനെ. നാളെ പരലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശഫാത്തിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഹബീബിന്റെ തിരുശഫാത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹബീബിന്റെ കയ്യും പിടിച്ച് സ്വർഗ്ഗം കടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അതിനൊന്നും ഒരു യോഗ്യതയും ഞങ്ങൾക്ക് ഇല്ല എന്നറിയ പഠിച്ചോനെ. അല്ലെങ്കിലും ഞങ്ങൾ നേടിയതൊക്കെ നിന്റെ ഔദാര്യമല്ലേ പഠിച്ചോനെ. ആ ഔദാര്യത്തിന്റെ ഭാഗമായതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങളെ ഖബർ നീ വിശാലമാക്കി തരണേ റബ്ബേ. അല്ലാഹ് ഞങ്ങൾ മരിച്ചു ചെന്നാൽ ഞങ്ങളെ ഖബർ നീ സ്വർഗീയമാക്കണേ പഠിച്ചോനെ. അർഹമർ റഹീമായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ് മരിക്കുന്ന മുമ്പ് ഹബീബിനെ ഞങ്ങൾക്കൊന്ന് മനാമിൽ കാണിച്ചു തരണേ അല്ലാഹ്. ഉറക്കത്തിൽ ഞങ്ങൾക്ക്, സ്വപ്നത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. യഖളത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. അർഹമർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് പരിശുദ്ധമായ മദീനയിലും മക്കയിലും ജീവിതത്തിൽ ഒരുപാട് തവണ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു ആ മദീനയിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇഖ്ലാസോടെ എത്തിക്കണേ അല്ലാഹ്. തഖ്വയോടെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇവിടെ ചോദിച്ചത് മുഴുവൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്റെ ഔദാര്യമായി നൽകണേ അല്ലാഹ്. അതിന് സ്വഭാവമായി ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഹബീബിന്റെ മദ്ഹും അല്ലാഹു ഇവിടുത്തെ ചൊല്ലിയ സ്വലാത്തുകളും നീ സബബാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി
حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أرحم الرحيم يا ربي ഞങ്ങൾ സാധുക്കളായ ഫലസ്തീനിലെ മുസ്ലിങ്ങളെ അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാഹ് നീ സലാമത്ത് നൽകണേ അല്ലാഹ് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ് മരണപ്പെട്ടവർക്ക് ശുഹദാക്കളെ കൂലി നൽകണേ അല്ലാഹ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് പൂർണ്ണമായ ചികിത്സ നൽകണേ അല്ലാഹ് ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ അല്ലാഹ് ആക്രമിക്കുന്നവരെ നീ തകർക്കണേ അല്ലാഹ് അതിൽ നിന്ന് പിന്തിരിയാനുള്ള നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹ് സാധുക്കളെ വിശക്കുന്നുണ്ട് റബ്ബേ നല്ല ഭക്ഷണം കൊടുക്കണേ അല്ലാഹ് അവർക്ക് വേണ്ട വെള്ളം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അവർക്ക് നീ കാവലാകണേ അല്ലാഹ് اللهم اغفر لأمة محمد صلى الله عليه وسلم اللهم ارحم لأمة محمد صلى الله عليه وسلم اللهم بارك لأمة محمد صلى الله عليه وسلم اللهم انصر أمة محمد صلى الله عليه وسلم ببركتك وبجودك وبكرمك وبغياثك يا أكرم الأكرمين ويا ذا الجلال والإكرام وبأنواع رحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم എല്ലാവരും ദുആയിലും ഈ സാധുവായ എന്നെയും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്. സമയം എന്നോട് 10:05 പറഞ്ഞത്. 5-8 മിനിറ്റ് കൂടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെട്ട് തരണം. സ്വീകരിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും ആത്മാർത്ഥമായി നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിലൊക്കെ ഈ സാധുവായ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന വസിയത്തോടു കൂടി വസിക്കും ബിദ്വാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.